കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതായി ആക്ഷേപം. കൃഷിനാശമുണ്ടായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ഭൂനികുതി രേഖ വേണമെന്നാണ് നിബന്ധന. സഹായം ലഭിക്കാൻ 200 രൂപയുടെ മുദ്രപത്രം വേണമെന്നും ദുരിതബാധിതർ പറയുന്നു. നമ്മളെടുത്ത വാടക വീടിൻ്റെ വാടക റവന്യൂ വകുപ്പ് അല്ലെ സർക്കാർ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അപേക്ഷ കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ മേഖലകളിൽ മുഴുവൻ അന്വേഷിച്ചിട്ട് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറില്ല, 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും ഇല്ല. അപ്പോൾ അവിടെയുള്ള 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണുള്ളത്. ഈ ഒരു പൈസ ഇല്ലാത്ത നമ്മളോട് വീണ്ടും 200 രൂപയെങ്കിലും വാങ്ങാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്. കാരണം 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറോ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറോ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പം വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കും, ഇന്നപോലെ ഒരു വീട് എഗ്രിമെൻ്റ് എഴുതി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം. അത് അവർക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കട്ടെ. സ്റ്റാമ്പ് പേപ്പറിൽ അല്ലാണ്ട് ഈ വെള്ള പേപ്പറിൽ എഴുതിയ ഈ എഗ്രിമെൻ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ വായിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലാണ് ഞാനുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, വിശദാംശങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. വയനാട്ടിലേതുപോലെ തന്നെ ഉരുൾപൊട്ടൽ വലിയ നാശനഷ്ടം വിതച്ച മേഖലയാണ് കോഴിക്കോട് വിലങ്ങാട്. നിരവധി പേർക്കാണ് വീടും കടകളും സമ്പാദ്യവും കൃഷിയും ഒക്കെ നഷ്ടമായത്. അതിൽ പലരും വീട് പൂർണ്ണമായി നശിച്ച പലരും ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുകയാണ്. ഈ വാടക വീടുകളിൽ കഴിയുന്നവർക്ക് സഹായം ലഭിക്കേണ്ടതുണ്ട്. അതിന് പോയപ്പോഴാണ് അവർക്ക് ഈ രീതിയിലുള്ളൊരു മറുപടി ലഭിച്ചത്. ഈ വാടക ഇനത്തിൽ ഈ സഹായം ലഭിക്കണമെങ്കിൽ 200 രൂപയുടെ മുദ്രപത്രം വേണം. പക്ഷേ 200 രൂപയുടെ മുദ്രപത്രം കിട്ടാനില്ല, 500 രൂപയുടെ മുദ്രപത്രമാണ് കിട്ടാനുള്ളത്. ഇത് കൊടുക്കാൻ ഇതിനു പോലും കയ്യിൽ പണമില്ലാത്തവരാണ് ഈ വാടക വീടുകളിൽ കഴിയുന്നവർ പലരും. കാരണം അവർ ഈ അപകടമുണ്ടാകുമ്പോൾ അവർ കിട്ടിയതും എടുത്ത് ഓടിയവരാണ്. കയ്യിൽ യാതൊരു പൈസയും ഇല്ലാതെ ജീവനും കൊണ്ട് ഓടിയവരാണ് ഇവരിൽ പലരും. അവരോടാണ് ഈ 500 രൂപയുടെ മുദ്രപത്രവുമായി വരാൻ പറയുന്നത്. ഒപ്പം തന്നെ ഈ കൃഷി നശിച്ചവരുണ്ട്. ഈ കൃഷി നശിച്ചവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സഹായം ലഭ്യമാകണമെങ്കിൽ അവരോട് 2024-25 വർഷത്തെ ഭൂനികുതി അടച്ച രസീറ്റുമായി വരാനാണ് ആവശ്യപ്പെടുന്നത്. വീട് തകർന്നു പോയവരാണ്, വീട് നാമാവശേഷമായവരാണ്. ഇവരോടൊക്കെയാണ് ഈ രീതിയിലുള്ള നികുതി ആവശ്യപ്പെടുന്നത്, നികുതി അടച്ച രസീറ്റ് ആവശ്യപ്പെടുന്നത്. ഏതായാലും അവരുന്നയിക്കുന്നത് ഇത്തരത്തിൽ ദുരിതം ബാധിച്ചവരെ, പ്രധാനമായും ഈ വീടൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെ ഇത്തരം നികുതികളിൽ നിന്നൊക്കെ ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ രീതിയിൽ ഒരു സ്പെഷ്യൽ പാക്കേജ്, പ്രത്യേക പാക്കേജ് വിലങ്ങാടിന് അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ 5ഓളം മന്ത്രിമാർ ഈ മേഖലയിലെത്തി സന്ദർശനം നടത്തിയതാണ്, വിദഗ്ധ സംഘം പഠനം നടത്തിയതാണ്, പരിശോധന നടത്തിയതാണ്. എന്നിട്ടും ഒരു സഹായം ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഈ സഹായം ഇവർക്ക് ഉടനടി ലഭ്യമാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് വിലങ്ങാട്ടെ ദുരിതബാധിതർ ആവശ്യപ്പെടുന്നത്. SKN. താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്.